വന്നിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പത്തുതാല് ഇന്ന് രാത്രികാലം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതായിരിക്കുന്ന ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്ക്കുട്ടി താനുവേലിൽ, ഇന്ന് രാത്രികാലം മുഖ്യ സന്ദേശവുമായിട്ട് കടന്നു വന്ന പാസ്റ്റർ ജിബിൻ ജെ കോട്ടൂർ, കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ ടീം, അതുപോലെ വളരെ മനോഹരമായിട്ട് ഇന്നും നാളെയും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന വീഡിയോ പകർത്തുന്ന മകനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഇത്രയും മനോഹരമായിരിക്കുന്ന ഈ സിസ്റ്റം ക്രമീകരിക്കുന്നത് ഞങ്ങളുടെ അയൽക്കാരും ഞങ്ങളുടെ നാട്ടുകാരുമായ പ്രിയ രാജു ബ്രദറാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇത് മാത്രമല്ലാത്ത നാട്ടുകാരും അടുത്ത ബന്ധുക്കൾ, അടുത്ത സഹകരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധമാണ് നമുക്കുള്ളത്. ഞാൻ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പിന്നെ സജി ബ്രദർ സഹോദരം, എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാൾ മുമ്പൊക്കെ ശുശ്രൂഷയിലൊക്കെ ഇറങ്ങിയ ആളുകളാണ് സജി ബ്രദറും ബൈജു ബ്രദറും ഒക്കെ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി മുഖവര പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രികാലം ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. സ്തോത്രം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സുവിശേഷ മഹായോഗത്തിന്റെ 2-ാമത് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടെ നൽകിയതായിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. കർത്താവിന്റെ ജനത്തെ ഈ തിരുവചനത്താൽ അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രികാലം നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നു നിൽക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്കാണ് ഇന്ന് രാത്രികാലം നാം വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 3.5 വർഷക്കാലം കൂടെ നടന്നതായ, കർത്താവ് തിരഞ്ഞെടുത്തതായ ഭക്തന്മാരായ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അങ്ങനെ പറയണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒത്തിരി അവസരങ്ങൾ മുൻപിൽ വരുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാൽ, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അവർ പറയും, ഇതിനകത്ത് വരാൻ കാരണം തന്നെ ആ ഹൃദയത്തിന്റെ കലക്കമാണ്. ഇന്ന് രാത്രികാലം ഈ ഞാറവിള ദേശത്ത്, ഈ കാക്കാമൂല ദേശത്ത്, ഈ ഞാറവിളയുടെ ഈ കൊച്ചു ഗ്രൗണ്ടിൽ ഇങ്ങനെയൊരു ക്രമീകരണം ദൈവം ഒരുക്കിയതിന്റെ കാരണം ഹൃദയം കലങ്ങപ്പെട്ട സ്വത്രം അനേകർ ഈ പരിസരത്ത് പാർക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം പലവിധമായിരിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പലവിധമായിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന, ശാരീരികവും മാനസികവും സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇന്ന് രാത്രികാലം ഈ ഞാറവിള കൺവെൻഷൻ. ഹല്ലേലൂയ. നമ്മൾക്ക് തോന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയോ ക്രമീകരിച്ച ഒരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സുവിശേഷ യോഗമാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം ഈ സ്വതന്ത്ര സുവിശേഷ യോഗം ഇവിടെ നടക്കുവാൻ തക്കവണ്ണവരുടെയായി തീർന്നത്. ഞങ്ങളിൽ പലരും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, സുവിശേഷ മഹായോഗം അല്ലെ? ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഈ തുരുത്തിനിടയിൽ, ഈ കൊച്ചു ഗ്രൗണ്ടിൽ
ഒരു 10-150 കസേരയിട്ട് അതിനകത്ത് കുറച്ച് ആൾക്കാരിരിക്കുന്നു. ആ യോഗത്തെ നമ്മൾ പറയുന്നു സുവിശേഷ മഹായോഗമെന്ന്. വാസ്തവത്തിൽ ഈ സുവിശേഷ മഹായോഗമെന്ന് പറയുന്നത് ആളിന്റെ പെരുപ്പമല്ല, മഹാരാജാവിന്റെ സാന്നിധ്യമാണ് ഇത് സ്വതന്ത്രം സുവിശേഷ മഹായോഗമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഞാറവിള കൺവെൻഷനിൽ ആ മഹാരാജാവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ സ്വതന്ത്രം ആ രാജാവിന്റെ സാന്നിധ്യം ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇന്ന് രാത്രിയിൽ ഈ ശബ്ദ ശ്രവണ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയായിട്ടാണ് ഇന്ന് രാത്രികാലം ആ മഹാരാജാവ് ഇറങ്ങി വരുവാനിടയായി തീർന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കർത്താവിനോട് കൂടെ നടന്നതായിരിക്കും ശിഷ്യന്മാരോട് കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാം കുറച്ചു കഴിയുമ്പം ഇവരുടെ ഹൃദയം കലങ്ങത്തക്കതായ ചില വിഷയങ്ങൾ ഇവർ നേരിടുവാൻ തക്കവണ്ണവിടയായിത്തീരും. ഇതിനു മുമ്പ് പത്രോസിനോട് സംസാരിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, കർത്താവ് എന്ത് വന്നാലും ഐ ആം റെഡി എന്ന് അദ്ദേഹം പറയുന്നത്. എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എന്താ, ഞാന് 3.5 വർഷക്കാലം ഞാൻ കർത്താവിന്റെ കൂടെ നടന്നയാളാ സ്വതന്ത്രം, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല സ്വതന്ത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞ കാര്യം, മക്കളെ കൂടെ നടന്നതൊക്കെ ശരിയാ സ്തോത്രം, ഹല്ലേലൂയ. ഈ കൂടെ നടന്നാൽ എല്ലാം ആയെന്ന് ചിന്തിക്കുന്ന സ്തോത്രം അനുഭവമുള്ള ആൾക്കാർ ഒത്തിരിയുണ്ട്. ഈ കൂടെ നടക്കുന്നതിലല്ല കാര്യം, കർത്താവിനെ രുചിച്ചറിഞ്ഞതാ കാര്യം. ഇന്ന് രാത്രിയിൽ രുചിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പൊ പത്രോസിനോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാന് ഇങ്ങനെ ഈ ഹൃദയ കലക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വേദഭാഗം എന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 2 വ്യക്തികളെ വേഗത്തിൽ ഒന്ന് തൊട്ട് ഓർപ്പിച്ച് ഞാൻ ദൈവസഭയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദേശത്തിലെ പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. ഒരു വലിയ ഹൃദയ കലക്കത്തോടുകൂടി കർത്താവിനെ സമീപിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് കാര്യം? ഇന്നലകളിൽ തന്നോടുകൂടെ പാർത്തതായ, ഇന്നലകളിൽ താൻ ഓമനിച്ചു വളർത്തിയതായ, തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ആ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി കരുതിയായതായ ആ പിതാവ്, ദേശത്തിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ, തന്റെ ജീവിതത്തിനകത്ത് എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു ഹൃദയം കലങ്ങുന്നതായിരിക്കുന്ന ഒരു വിഷയം ഞൊടിയിടയിൽ തന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുവാനിടയായി തീർന്നു. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ നമ്മൾ പറയും, സ്വതന്ത്രം എന്നെ കൊണ്ട് കഴിയും. നമ്മളിങ്ങനെ പറയുന്നേ, എല്ലാ കാര്യത്തിനകത്തും പറയും, ഓ ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതെന്നെ കൊണ്ട് കഴിയും, ഞാൻ ഇവിടെ നിന്ന് അറിയപ്പെടുന്നയാളാ. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ തങ്ങളെ കുറിച്ച് തന്നെ പറയുന്ന, സ്വയം അഭിമാനിക്കുന്നതായിരിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എല്ലാം ഉണ്ടെങ്കിലും നീ മനുഷ്യനാണെങ്കിൽ, നീ ജഡത്തിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ മുൻപിൽ ഒരു പ്രതികൂലം വരുവാനിടയാകും. അപ്പോ ഇന്ന് രാത്രികാലം ഈ പാസ്റ്റർമാര് ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പ്രതികൂലത്തിൽ ചെല്ലുമെന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് വന്നത്
നിന്നെ തകർക്കാനല്ല, ഇന്ന് രാത്രിയിൽ ആ പ്രതികൂലത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാനാ. എത്ര പേര് ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നുണ്ട്? ഈ ദേശത്ത് അറിയപ്പെടുന്ന ആളുകൾ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ അല്ലെങ്കിൽ ഈ ദേശത്ത് വളരെയധികം സമ്പന്നരായി വളരെയധികം മാന്യതയോടെ ജീവിച്ച ആളുകൾ, അവരുടെയൊക്കെ ജീവിതത്തെ അവന്റെ ഉള്ളങ്ങളിൽ പരിശോധിച്ചാൽ